എന്താ സംഭവിച്ചെന്താ? ഞാൻ BJPന്റെ മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ എനിക്ക് ഉത്തരവാദിത്തമില്ല. എനിക്ക് ബൂത്തിൻ്റെ ചാർജ് മാത്രമേ ഉള്ളൂ. 2 ബൂത്തിൻ്റെ ചാർജ്, 13, 14 ബൂത്ത്. പിന്നെ ഈ സ്ഥാനാർത്ഥിനെയും കൊണ്ട് വീട് കയറിയതും പ്രവർത്തിച്ചതൊക്കെ ഞാനാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ബൂത്തിലേക്ക് വരേണ്ട ഒരു പൈസ ഉണ്ട്. ആ പൈസ അവൻ കയ്യിൽ വെച്ചിട്ട് നമുക്ക് തരാതെ കളിപ്പിച്ച്. അപ്പം ചോദിച്ചപ്പോൾ അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. ഇപ്പം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പൈസയല്ല. അപ്പോൾ അതുകൊണ്ട് ആ പൈസ കൊണ്ട് കൊണ്ടുതരണം എന്ന് പറഞ്ഞു. എന്തായി പറഞ്ഞാൽ എന്നെ ശരിയാക്കുന്നുണ്ട്. അങ്ങനെ മണാശ്ശേരിയിൽ ഇപ്പോൾ അവൻ വേറൊരുത്തിന് 2-3 ആളെയും കൂട്ടിയിട്ട് ഇവിടെ എത്തിയത്. അപ്പോൾ അവൻ്റെ കയ്യിൽ ചുരിക ഉണ്ടായിരുന്നു. ആ ചുരിക ഉപയോഗിച്ചിട്ടാണ് എന്നെ കുത്തിയത്. അപ്പോൾ അത് തട്ടിയതുകൊണ്ട് കഴുത്തിന് ഒന്നും സംഭവിക്കാതെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കൊല്ലും അവിടുന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ അവിടെ അടുത്ത കടക്കാർ സൗണ്ട് സുന്ദരൻ, പിന്നെ അപ്പുറത്തൊരു സിദ്ദീഖ്, പിന്നെ ഒന്ന് നിതീഷ്, ഇവരെല്ലാവരും. അപ്പോൾ ഇവരൊക്കെ ഇടപെട്ട് പിടിച്ചതിൻ്റെ പേരിലാണ് അവനും. അതെ, ഓരോ ബൂത്തിലേക്കും വരേണ്ട പൈസയാണ്. ആ പൈസ ഇവൻ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാണ്. പിന്നെ വോട്ട് വിൽപ്പന വിൽപ്പനയും നടന്നിട്ടുണ്ട് നല്ലതായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പൈസ ഇവരെ കയ്യിലുണ്ട്. പിന്നെ നമുക്ക് ബൂത്തിലേക്ക് തരേണ്ട പൈസ എന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിച്ചാലാണ് അവൻ എന്നെ കൊല്ലാൻ വന്നത്. എൻ്റെ വീട്ടിലാദ്യം ചെന്ന് എൻ്റെ ഭാര്യൻ്റെ അടുത്ത് വന്നിട്ടാണ് ഭീഷണിപ്പെടുത്തിയത്. അപ്പോൾ എന്നെ വിളിച്ചവൻ, ഞാൻ പറഞ്ഞു നീ അവിടെ ചെന്നിട്ട് നീ എൻ്റെ അടുത്ത് വാ, ഞാൻ മുക്കത്തിൻ്റെ. അങ്ങനെ അഭിലാഷിൻ്റെ അടുത്ത് വന്നത്. അവിടുന്ന് ആണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്.